പുതിയ ഡ്രസ്സ് ആയതുകൊണ്ട് അത് ഇടുന്ന ത്വര കൊണ്ട് ഞാനതൊരു സ്റ്റിക്കർ പൊളിക്കാൻ മറന്നുപോയി. ആൻഡ് അതിൻ്റെ അങ്കലപ്പാണ് നേരത്തെ കണ്ടത്. ആൻഡ് ഹലോ ഗൈസ്, ഡെയിലി വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. സെക്കൻഡ് പാർട്ടിന് ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇന്ത്യ ഗേറ്റും ലോട്ടസ് ടെമ്പിളും ITDCയിലൊക്കെ പോയതിനു ശേഷം ഫുഡ് കഴിക്കുന്നതോടെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് തീർക്കുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് ക്യുത്തബ് മിനാറിലാണ്. ക്യുത്തബ് മിനാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഓരോ സ്പോട്ടും അടിപൊളി ലാൻഡ്സ്കേപ്പ് എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടായിരുന്നു. ആൻഡ് നമുക്ക് പോർട്രേറ്റ് എടുക്കാനാണെങ്കിലും അടിപൊളിയാണ്. ആൻഡ് പക്ഷേ എനിക്ക് ഫോട്ടോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ആകെ എന്താ പറയുക, ആകെ കോലം കെട്ട അവസ്ഥയായി. പിന്നെ ഒന്നാമത് ഞാൻ ആ സമയത്ത് പീരീഡ്സും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ വേണ്ടി കുത്തബ് മിനാറിൻ്റെ ഗാർഡനിലോട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെ അണ്ണാനെ കണ്ടു. 2-3 അണ്ണാനൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ നിൽക്കുന്നു. പോകാൻ നേരം എപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഒരു സംഭവം നമ്മൾ കണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ സൺഡേയിൽ എന്താ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ സൂര്യപ്രകാശം കൊണ്ട് നിഴലുകൊണ്ട് നമ്മൾ സമയം അളക്കുന്നതാണ് സൺഡേയിൽ എന്ന് പറയുന്നത്. ആ സംഭവം കുത്തബ് മിനാറിലുണ്ടെന്ന് നമ്മൾ ടൂർ ഗൈഡ് പറഞ്ഞു തന്നിരുന്നു. അതിന് പോണ തിരക്കായതുകൊണ്ട് അത് കാണാൻ വേണ്ടി അങ്ങോട്ട് ഓടിച്ചെന്നാണ് ഞാൻ അവിടെ പോയി കണ്ടത്. ഞാൻ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. കുത്തബ് മിനാറിനും കൂടി ഒരു ടാറ്റ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുന്ന നേരമായപ്പോൾ എൻ്റെ മമ്മയുടെ ചെരുപ്പ് പൊട്ടി. ഗൈസ്, ചെരുപ്പ് മീൻസ് അതിൻ്റെ കീല് പൊട്ടി. അമ്മയ്ക്ക് അത് ദിവസം നടക്കാൻ പറ്റില്ല. എന്നിട്ട് എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അത് ആളിട്ട് നടന്നത്. ആൻഡ് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് എൻ്റെ മമ്മിക്ക് പോകാൻ പറ്റിയില്ല. മമ്മി ബസ്സിൽ തന്നെ ഇരുന്നു. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു സാറിൻ്റെ വീട്ടിലോട്ടാണ്. അതിപ്പോൾ വീടല്ല, മ്യൂസിയമാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസ് അലൗഡാണ്, പക്ഷേ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ആൻഡ് അതിൻ്റെ ക്ലിപ്സ് ഒന്നും എൻ്റെ കയ്യിൽ. ആൻഡ് അവിടെ നിന്ന് നമ്മൾ പോയത് ഗാന്ധി മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ. ആൻഡ് പോകുന്ന വഴിക്ക് നമുക്ക് മറ്റേ രാഷ്ട്രപതി ഭവൻ, പാർലമെൻ്ററി, സുപ്രീം കോർട്ട് അതൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗാന്ധി മ്യൂസിയത്തിലോട്ട് ഞാൻ കയറിയില്ല കേട്ടോ. എനിക്ക് അങ്ങോട്ട് കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഒന്നാമത്തെ തീരെ വയ്യ, നല്ല വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിൽ തന്നെ ഇരുന്നു. അവിടെ നമ്മൾ പോയത് പിന്നെ രാജ്ഘട്ടിലോട്ടാണ്. രാജ്ഘട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജീനെ അടക്കം ചെയ്ത സ്ഥലം, അങ്ങോട്ടാണ്. എൻ്റെ ആ സ്ഥലം എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെരുപ്പിടാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ വെയിലൊക്കെ അടിച്ചിട്ട് ഭയങ്കര ചൂടായിട്ടായിരുന്നു അവിടുത്തെ ഫ്ലോറൊക്കെ. ഞാൻ എങ്ങനെയൊക്കെയോ ആണ് നടന്നവിടെ എത്തിയത്. ഒന്നാമത്തേക്ക് വയ്യ, പിന്നെ എനിക്കെന്തോ തീരെ മൂടില്ല ഇതൊന്നും കാണാൻ. അവസാനമായപ്പോഴത്തേക്കും ഞാൻ ആകെ ക്ഷീണിച്ചൊരു അവസ്ഥയും. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ചുറ്റും മതിൽക്കെട്ടാണ്. അതിൻ്റെ അകത്ത് ഒരു വലിയൊരു ഇതിലായിട്ട് ഇങ്ങനെ ആളടക്കം ചെയ്തൊരു സ്ഥലമാണ്. അവിടെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആൻഡ് കുറേ കമ്പി കൊണ്ടൊക്കെ അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ബാരിക്കേഡ് പോലെ. ആൻഡ് അവിടെയും നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്, അറിയാലോ, വയ്യ. ആൻഡ് അവിടെ ഞങ്ങൾ പിന്നെ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും റൂമിലോട്ട് തന്നെ തിരിച്ചു പോയി. ആൻഡ് അതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയുള്ള ഗൈസ്, എല്ലാവർക്കും ബൈ.